അങ്ങനെ ഇതേ വിഷു ഇങ്ങ് ആവാറായിട്ടോ. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്തായാലും വിഷുവിന് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തലേദിവസമൊക്കെ അടുപ്പിച്ചിട്ടായിട്ട് വിഷു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം കേട്ടോ. നമ്മുടെ കൊന്നയൊക്കെ അത്യാവശ്യം പൂത്തിട്ടുണ്ട്. സാധാരണ ഇതിനേക്കാൾ നന്നായിട്ട് പൂക്കും കേട്ടോ. ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ താഴോട്ടൊന്നുമില്ല, മേലെ മാത്രമേ ഉള്ളൂ. ഭയങ്കര പാടാണ് നമുക്ക് പറിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ അല്ലുക്കുഞ്ഞിൻ്റെ മുടി അങ്ങ് വെട്ടിയേക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വളർന്ന് കാട് പോലെ പന്തലിച്ചിട്ടുണ്ട്. താഴോട്ടല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ മറ്റേ മൗഗ്ലീനെ പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇപ്പുണ്ട്. ഇപ്പോൾ ഫുഡ് തീരെ കുറവ് കഴിക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. പക്ഷേ ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കും ഇതാണ് ഫുഡ് തീരെ കുറവെന്ന് കേട്ടോ. അങ്ങനെയല്ല, ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കട്ടിക്ക് കഴിക്കൂട്ടോ. കാരണം പിന്നെ അങ്ങോട്ട് വളരെ കുറച്ചാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ആകപ്പാടെ ഇത്തിരി ഒന്ന് എന്തെങ്കിലും കഴിക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടുതലെടുക്കും. പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും പെരുവയിലൊരു സലൂണുണ്ട്. അവിടെയാണ് അല്ലുക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. കാറൊക്കെ ഉള്ളത്, കാറിൻ്റെ ഷേപ്പുള്ളൊരു ഇരിക്കുന്ന സംഭവമൊക്കെ. അപ്പോൾ അവിടെ കയറ്റിയിട്ട് പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ അവൻ ആദ്യമൊക്കെ കരയുമായിരുന്നു. അപ്പോൾ ആ കരച്ചിൽ മാറാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത്രയും ദൂരെ പൊക്കോണ്ടിരുന്നത് കേട്ടോ. ഇപ്പം ഇന്ന് ഞാൻ പോയേക്കുന്നത് കൂത്താട്ടുള്ളത് കേട്ടോ. ഉപാസന എന്ന് പറഞ്ഞിട്ട് സലൂണാണ്. അപ്പോൾ അവിടെയാണ് പോയേക്കുന്നത്. അപ്പം അടിപൊളി ആംബിയൻസ് കാണാൻ നല്ല രസമാണ് അവിടെ ഇരിക്കാനൊക്കെ. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി സെറ്റപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് അല്ലുക്കുഞ്ഞിന് ഇഷ്ടപ്പെട്ട് ഇരിക്കാനൊക്കെ. അല്ലെങ്കിൽ സാധാരണ കരയുന്നതാണ്. ഒരു തവണ കൊണ്ട് നമുക്ക് അറിഞ്ഞായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ മുടിയൊക്കെ വെട്ടി. ഏത് സ്റ്റൈലാണ് വെട്ടിയേക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഫോം വിളിച്ച് പേട്ടയാണ് പറഞ്ഞു കൊടുത്തത്. വൺ സൈഡ് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് വരയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായാലും ആൾ ഉറങ്ങാണ്ട് നല്ല കൂളായിട്ട് എത്ര നേരം ഒരു അരമണിക്കൂറിലോട്ട് 10-15-20 മിനിറ്റോളം ഇരുന്നു കേട്ടോ. പിന്നെ തെച്ചുടിക്കണെങ്കിൽ സ്നാക്സ് ഒക്കെ കൊണ്ടുപോയായിരുന്നേ. അപ്പോൾ അതൊക്കെ കൊടുത്തങ്ങ് ഇരുത്തി. പിന്നെ തെച്ചുട്ടിൻ്റെ മുടി നമ്മൾ തലേദിവസം ഞാൻ വെട്ടിയായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് കട്ട് വെട്ടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു എടുത്തിട്ടുള്ളൂ കേട്ടോ. ബൈ.